നമസ്കാരം എല്ലാവർക്കും. സാജുവും പ്രശാന്തും ഷിജുവും കാൽപ്പനയിലും ഒക്കെ ഒരുപാട് കാലങ്ങളായി സിനിമ സ്വപ്നം കണ്ടു നടക്കുന്ന നിങ്ങളെപ്പോലുള്ള മിമിക്രി രംഗത്ത് വന്ന കലാകാരന്മാരിൽ പ്രധാനപ്പെട്ട 3 പേരാണ് അവർ 3 പേരും. പ്രത്യേകിച്ച് അവരൊരു സിനിമ ആദ്യമായി സംവിധാനം ചെയ്യാൻ തിരഞ്ഞെടുത്ത വിഷയം വളരെ അർത്ഥവത്തതാണ് എന്നതാണ് എനിക്ക് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ പറയാനുള്ളത്. പെൺകാഴ്ചകൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ മലയാള സിനിമയിൽ. പലപ്പോഴും ലളിത ചേച്ചിയൊക്കെ മരിക്കുന്നതിനൊക്കെ കുറച്ചു കാലം മുന്നേ പറയുമായിരുന്നാണ് എത്രയോ നല്ല കഥാപാത്രങ്ങൾ ഇപ്പോഴത്തെ സിനിമകളിൽ നിങ്ങൾ ആരും എന്താ എഴുതാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പെൺകാഴ്ചകൾ വളരെ കുറയുന്ന ഈ ഒരു കാലത്ത് 4 നദികളുടെ പേര് ചേർത്ത്, അതും ഭാരതം എന്ന നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പവിത്രമായ നദികളായി കണക്കാക്കുന്ന സരസ്വതി നദിയെ ഋഗ്വേദത്തിൽ നദീതമ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നദി എന്നാണ്. ഭൂമിക്ക് മുകളിലൂടെ ഇൻവിസിബിളായി സഞ്ചരിക്കുന്ന ഒരു നദി. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഒക്കെ പ്രത്യേകമായ സരസ്വതി ദേവിയെ പോലെ ഈ 4 നദികളെ പോലെ പെൺകാഴ്ചകളുടെ തെളിനീരുള്ള നദിയുറവയായി പ്രേക്ഷക മനസ്സിലേക്ക് ഈ 4 സ്ത്രീകളുടെയും കഥകൾ തെളിനീരായി ഒഴുകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട 4 സുഹൃത്തുക്കളുടെയും ഈ സിനിമാ സ്വപ്നം വളരെ വലിയ വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ആശംസകൾ.